വന്ദേ മാതരം പൂർണ്ണമായി പാടണമെന്ന് RSS നയമാണെന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ അഭിപ്രായപ്പെടുന്നത്. ഈ രണ്ട് വരികൾ മാത്രം പാടിയാൽ മതി, അല്ലാതെ മുഴുവൻ പാടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ്. അതുകൊണ്ട് ഈ ഇവിടെ പല മതത്തിലുള്ള ആളുകൾ ഒരുമിച്ച് സഹോദരരെ പോലെ ജീവിക്കുന്നതാണ്. അവരുടെ ആ സാഹോദര്യത്തെ വല്ലാതെ മുറിവേൽപ്പിക്കുമെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. എന്നാൽ നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കുന്നത് കൂടി ഏത് ഇന്ത്യക്കാരന്റെ മനസ്സിലാണ് മുറിവേൽക്കുന്നതിന്റെ മനസ്സ് ആരാണെന്നും എന്താണെന്നും വന്ദേ മാതരവും ഭാരത് മാതാ കി ജയ് പറയുമ്പോൾ പോലും പറയാൻ പറ്റാത്ത ആളുകളുടെ മനസ്സിലാണ് മുറിവേൽക്കുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് കൂടി പറയേണ്ടതാണ്. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം ഇതാണെങ്കിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല പറയുന്നത് ഇങ്ങനെ ഒരു സർക്കുലർ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അതായത് വന്ദേ മാതരം മുഴുവനായിട്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് മുഴുവനായിട്ട് പാടണമെന്ന ആ ഒരു സർക്കുലർ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് വന്ദേ മാതരം മുഴുവനായി പാടിയപ്പോൾ തന്നെ അതൊരു RSS അജണ്ടയാണെന്നാണ് പറഞ്ഞു വന്നിരുന്നത്. സത്യത്തിൽ ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്, അല്ലാതെ RSSന്റെ ഗണഗീതം പോലത്തെ പാട്ടൊന്നുമല്ല. അത് ഇനി ഇവർക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ അതിന്റെ കൂടെ തന്നെ പിണറായി വിജയൻ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഈരടികൾ ചൊല്ലുന്നത് തെറ്റില്ല, അങ്ങനെ ചൊല്ലിയാൽ മതിയെന്നും തീരുമാനമുണ്ട്. ആ നയം കൊണ്ടുവന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. നെഹ്റുവിന്റെ നയമായിരുന്നു അത്, കോൺഗ്രസിന്റെ നയം അത് തന്നെയായിരുന്നു. എന്നു മുതലാണ് ഈ പിണറായി വിജയൻ, അതായത് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ കോൺഗ്രസിനെയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനെയും ഗാന്ധിജിനെയും നെഹ്റുവിനെയും ഒക്കെ അംഗീകരിക്കാൻ തുടങ്ങിയത്? ഇവരുടെ തുടക്കകാലം തൊട്ട് തന്നെ ഇവർ ഇതിന് അനുകൂലമല്ലാത്ത നിലപാടുകളായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പോലും നമ്മുടെ ഇവരുടെ ഒന്നും അഹോരാത്രം പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമല്ല എന്നൊക്കെ പറഞ്ഞ് അഹോരാത്രം പ്രസംഗിച്ചതും പറഞ്ഞു വരുത്തി നടന്നതും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും CPM-കാരുമായിരുന്നു. ഈ സത്യങ്ങളെല്ലാം മതഭാഗത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ ആ സത്യങ്ങളെല്ലാം കള്ളമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണോ? അതോ എപ്പോൾ മുതലാണ് ഇവിടത്തെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവിനെയും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെയും ഒക്കെ ഇവർ അംഗീകരിക്കാൻ തുടങ്ങിയത്? എപ്പോൾ മുതലാണ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം ഇവർ അംഗീകരിക്കാൻ തുടങ്ങിയത്? അവരത് മനസ്സിനെ ആസ്വദിക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ്? ഇതെല്ലാം ഈ അടുത്തിടയ്ക്ക് വെറും പ്രഹസനം മാത്രമാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഇവരാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം വെറും RSS നയമാണ്, അല്ലെങ്കിൽ RSS നയമാണ് ഇത് മുഴുവൻ പാടണം എന്ന് പറയുന്നത്. ദേശീയ ഗീതത്തിന്റെ, അതായത് വന്ദേ മാതരത്തിന്റെ ആദരവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കാരണം ഇന്ത്യയില് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ പോലും അവിടെയുള്ള ആളുകൾക്ക്, അതായത് വിപ്ലവകാരികൾക്ക് അവർക്ക് ഊർജം കൊടുക്കുന്ന ഒരു ഗീതമായിരുന്നു വന്ദേ മാതരം. പിൽക്കാലത്താണ് ഈ ഗീതം നമ്മുടെ ദേശീയ ഗീതമായിട്ട് നമ്മൾ നെഞ്ചേറ്റിയത്. ഈ രണ്ട് വരികൾ മാത്രം ആലപിച്ചാൽ മതി, ബാക്കിയുള്ള വരികൾ ആലപിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഈ ആലപിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ വന്ദേ മാതരം പാടണമെന്ന് പറയുമ്പോൾ തന്നെ പാടാൻ പറ്റില്ല, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഇന്ത്യക്കാരിക്കും ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം പാടാൻ പറ്റില്ല എങ്കിൽ അവരുടെ ദേശീയ ഗീതവും ഏതാണ് പിന്നെ? നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ഗീതം പാടാൻ പറ്റാത്തവർ എന്തിനാണ് പിന്നെ നമ്മുടെ നാട്ടില് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഇവിടെ വിളക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതേപോലെ കൂട് തൊട്ടാൽ പ്രശ്നമാണ്. ഇതെല്ലാം ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകളെല്ലാം ആസ്വദിക്കുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇതിനെല്ലാം പിന്തുണ പ്രഖ്യാപിക്കുന്നത്? ഇന്ത്യ മതനിരപേക്ഷ രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ പല ജാതിയും പല മതത്തിലുള്ള ആളുകൾ ഒരുപോലെ താമസിക്കുന്നുണ്ട്. അവരെയെല്ലാം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഈ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും തന്നെയാണ്. അവരുടെ അരക്ഷിതാവസ്ഥ, അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് ഭരിച്ച ഡിവൈഡ് ആൻഡ് റൂൾ ആണെങ്കിൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞ് ഐക്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കാനും വേർപിരിക്കാനും ശ്രമിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. ദേശീയ ഗീതം പാടിയുകൊണ്ട് ഒരു മനുഷ്യന്റെ, അതായത് ഒരു ഇന്ത്യക്കാരന്റെ മനസ്സിൽ മുറിവേൽക്കാൻ പോകുന്നില്ല. ഇന്ത്യക്കാരന്റെ മനസ്സിൽ മാത്രം മുറിവേൽക്കാൻ പോകുന്നില്ല, മറിച്ച് ഇന്ത്യയിൽ ജീവിച്ച് വല്ല രാജ്യത്ത് കാണിക്കുന്നവർക്ക് മുറിവേൽക്കും. ഭാരത് മാതാ കി ജയ് എന്ന് പറയാനായിട്ടും അവർക്ക് പറ്റുകയില്ല. ദേശീയ ഗീതം പോയിട്ട് ദേശീയ ഗാനം പോലും മനസ്സെന്ന് ചൊല്ലാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരുപാട് പേർ ഈ നാട്ടിലുണ്ട്. അവർക്ക് മുറിവേൽക്കുമെന്നാണോ ഇനി പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പറയാതെ പറഞ്ഞു വെക്കുന്നത്? സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ദേശീയ ഗാനവും വന്ദേ മാതരവും മുഴുവനായിട്ട് ചൊല്ലണമെന്നാണ് തീരുമാനം. എന്നാൽ അത് നമ്മുടെ രാജ്യം അംഗീകരിച്ച കാര്യമല്ല, RSSന്റെ നയമാണ്.
അടിയന്തരമായി ഇക്കാര്യം തിരുത്താൻ സർക്കാർ തയ്യാറാവണം. ആദ്യത്തെ ഈരടി ചൊല്ലി ബാക്കി ദേശീയഗാനം ആലപിക്കുന്നതാണ് ഉചിതമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വന്ദേ മാതരം മുഴുവനായി ആലപിക്കണമെന്ന് വകുപ്പുകൾക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു. ഹങ്കർ തിരങ്ക ചടങ്ങുകളിൽ ദേശീയ ഗീതം മുഴുവനായി പാടണമെന്ന കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സർക്കാർ നടത്തുന്ന പ്രചാരണ പരിപാടിയാണ് ഹങ്കർ തിരങ്ക. ഈ ഹങ്കർ തിരങ്ക ഇതിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പൊതു ചടങ്ങുകളും വന്ദേ മാതരവും പാടണമെന്നാണ് നിർദ്ദേശം. അങ്ങനെ വരുവാണെങ്കിൽ ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം ഈ ഹങ്കർ തിരങ്ക നടക്കുമ്പോൾ ആ ഓരോ ചടങ്ങിലും, അതായത് എന്തൊക്കെ ചടങ്ങുകളാണ് നടക്കുന്നത് ആ ചടങ്ങുകളെല്ലാം, ഹങ്കർ തിരങ്കയുടെ ചടങ്ങുകളിലെല്ലാം വന്ദേ മാതരം മസ്റ്റായിട്ടും പാടണം, പാടിയിരിക്കണം. കാരണം ഇന്ത്യയുടെ ദേശീയ ഗീതം പാടണം. അത് പാടാൻ മടിയുള്ളവർ ആരാണ് ഇവിടെ? ഒരു വിളക്ക് കൊളുത്താൻ കുറച്ച് പ്രശ്നമുള്ള ആളുകളൊക്കെ ഉണ്ട്, ശരി, അത് അവരുടെ മതത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഇവിടെ വിളക്ക് കൊളുത്തിയവരെയും കൊളുത്താൻ നോക്കിയവരെയും അതിന് പിന്തിരിപ്പൻ നയവും അതൊരു രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച നാടാണ് ഈ കേരളം. അങ്ങനെയുള്ള ആ ഒരു പ്രത്യേക ആളുകൾ അങ്ങ് ജമ്മു കശ്മീരിൽ ഒമർ അബ്ദുള്ള ഒരു ദീപാരാധന നടത്തിയ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഫോളോ ചെയ്യുന്ന ആ ഒരു സംഭവവും അവർ ഫോളോ ചെയ്യുന്ന അതും രണ്ടും രണ്ടാണോ? രണ്ടും രണ്ടല്ലല്ലോ, ഒന്നാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊളുത്താം, അവിടെ കൊളുത്താൻ പാടില്ല. ഇവിടെ ആരാധിക്കാം, അവിടെ ആരാധിക്കാൻ പാടില്ല. ഇവിടെ ആരതി ഒഴിയാൻ പാടില്ല, അവിടെ ആരതി ഒഴിയാം. ഇതെന്ത് നയമാണ്? അങ്ങനെയാണെങ്കിൽ ഒരു റൂൾസ് അല്ലെങ്കിൽ ഒരു മതത്തെ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുവാണെങ്കിൽ ആ മതത്തെ, ഇവിടെ പറഞ്ഞത് ഫാത്തിമ തെഹ്ലിയെ നിലവിളക്ക് കൊളുത്തിയപ്പോൾ ഇവിടെ ഒരുപാട് പേര് അതിനെ രൂക്ഷമായിട്ട് വിമർശിച്ചു. അങ്ങനെ വിമർശിച്ച ഈ ഒരു സമയത്ത് തന്നെയാണ് ഒമർ അബ്ദുള്ള അവിടെ ഒരു ദീപാരാധന നടത്തിയത്. അങ്ങനെ നടത്തിയ സമയത്ത് ഒമർ അബ്ദുള്ള വിശ്വസിക്കുന്ന മതത്തിനും അവർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ അത് പല പ്രശ്നങ്ങളായി, പലരും വിമർശിച്ചു. വോട്ട് കൊടുത്തവരെല്ലാം അതിനെ എതിർപ്പായിട്ട് സംസാരിച്ചു. ഒരു MLA എന്ന നിലയ്ക്ക് അവർക്കില്ലാത്ത കുഴപ്പമാണ്, അതായത് അവർ വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് അവർക്കറിയാം എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണമെന്നില്ല. എന്നിട്ടും അവർ ആ നിലവിളക്ക് കൊളുത്തിയെങ്കിൽ അവരവിടെ നിർവഹിച്ചത് MLAയുടെ ഡ്യൂട്ടിയാണ്. ആ MLAയുടെ ഡ്യൂട്ടീനെയാണ് മതത്തിന്റെ പേരിൽ കുറച്ച് ആളുകൾ കടന്നാക്രമിച്ചത്. ആ നാടാണ് ഈ കേരളം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കേരളത്തിൽ വന്ദേ മാതരം മുഴുവനായിട്ട് പാടാൻ പാടില്ല എന്ന് ഇനി ഇവർക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു സർക്കുലറിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ഹങ്കർ തിരങ്ക പരിപാടി ചടങ്ങിൽ നടക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച ചടങ്ങുകൾ നടക്കുമ്പോൾ ആ ചടങ്ങുകളിലെല്ലാം വന്ദേ മാതരം മസ്റ്റായിട്ട് പാടണം. നമ്മൾ കണ്ടതാണ് ഓഗസ്റ്റ് 14 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നത്. ആ വിഭജന പാർട്ടീഷന്റെ കഥ അറിയണം, അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ കേരളത്തില് പല ദിക്കുകളിലും പല ജില്ലകളിലും പ്രശ്നമുണ്ടാക്കാൻ നോക്കിയവരാണ് ഇവിടെ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരുന്നവരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ കഥ മാത്രം പിള്ളേർ പഠിച്ചാൽ മതിയോ? ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്തിനായിരുന്നു കൂടി കേരള ജനത മനസ്സിലാക്കണ്ടേ? ഇന്ത്യയിലെ മക്കൾ മനസ്സിലാക്കണ്ടേ? ഭാവി തലമുറ അറിയണ്ടേ എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു പോയത്? ആരാണ് മുഹമ്മദ് അലി ജിന്ന? മുഹമ്മദ് അലി ജിന്നയ്ക്ക് വേണ്ടി എന്തിനാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനെ അടർത്തിക്കൊണ്ട് പോയത്? ഈ കഥയൊന്നും അറിയാതെ പണ്ട് ആരൊക്കെയോ പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും നാലാളുകൾ കൂടി കവലപ്രസംഗം നടത്തി കേട്ടാൽ മാത്രമാണോ ചരിത്രം പിള്ളേർ പഠിക്കേണ്ടത്? പഠിക്കേണ്ടാത്ത ചരിത്രം പഠിച്ചും പഠിക്കേണ്ട ചരിത്രം പഠിക്കാതിരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ പാഠ്യപദ്ധതിയിലുള്ളത്. ആ പാഠ്യപദ്ധതി മാറി യഥാർത്ഥ പാഠ്യപദ്ധതി മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പാർട്ടിഷൻ നടന്നതെന്ന് പിള്ളേർ മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് നമ്മുടെ പല സൂപ്പർ ഹീറോസും ഒരു ഹീറോസ് അല്ല നമുക്ക് മനസ്സിലാകും. ചരിത്രം കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വന്ദേ മാതരം എന്ന ഗാനം, സ്വാതന്ത്ര്യ സമരം ഓരോ പോരാളികൾക്കും അത് വെറും ഒരു ഗീതമല്ലായിരുന്നു, അത് വെറും ഒരു ഗാനമല്ലായിരുന്നു. അവരുടെ ആ ഊർജത്തിന്റെ ഹൈപ്പർ ലെവൽ എത്തിക്കാനായിട്ട് ഈ ഒരു ഗാനത്തിന് പറ്റിയിരുന്നു, ഈ ഒരു ഗീതത്തിന് പറ്റിയിരുന്നു. ആ ഒരു ഗീതത്തെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ രൂക്ഷകരമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. വന്ദേ മാതരത്തെ എതിർത്താൽ അല്ലെങ്കിൽ അപമാനിച്ചാൽ 3 വർഷം തടവാണ്. അതും കൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അതുപോലെ ഇന്ത്യയിലെ ബാക്കിയുള്ളവരെ എല്ലാം ഒരു പൂവടയ്ക്കുന്ന ലാഘവത്തോടു കൂടി കളിയാക്കുന്ന പലരും ഈ നാട്ടിലുണ്ട്. ഉദാഹരണത്തിന് ജാൻമണി പോലുള്ള പലരെയും, ഷെഫീന താത്തയെ പോലുള്ള പലരെയും നമ്മൾ കണ്ടതാണ്, നമ്മൾ എക്സ്പോസ് ചെയ്തതാണ്, നമ്മൾ വീഡിയോ വരെ ഇട്ടതാണ്. പക്ഷെ എന്നിട്ടും ആളുകൾക്ക് ഇതെല്ലാം ഒരു വിഷയമേ അല്ല. കാരണം നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ആ രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഈ ഭരിക്കുന്ന പാർട്ടിയും അതായത് പ്രധാനമന്ത്രി ആ ഒരു സ്ഥാനത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ആ ഒരു സ്ഥാനത്തെ പോലും വളരെ മോശകരമായ രീതിയിൽ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അപഹസിക്കുന്ന
പല ആളുകളും ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ ഇതെല്ലാം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് പിണറായി വിജയൻ ഏറ്റെടുത്ത് പറയാതിരിക്കുക. കാരണം പിണറായി വിജയൻ എന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അല്ലാതെ അവരുടെ മാത്രം സംസാരിക്കാൻ വേണ്ടിയുള്ള അവരുടെ വായാകാൻ നിൽക്കരുത്.